നമ്മളുടെ അടുത്തുനിന്ന് എല്ലാം തട്ടിയെടുത്തിട്ട് ഒരു കാരണമില്ലാണ്ട് പിടിച്ചകത്തിടുക. പിന്നെ കേസും കൂട്ടിലായി മൂപ്പർ കുറേ നടന്നു. അത് കഴിയാണ്ട് ഗൾഫിൽ പോകാനും പറ്റില്ലല്ലോ. അതോടെ അടുത്ത കച്ചവടവും പോയി. പറയുകയാണെങ്കിൽ നായിക്കും നരിക്കും പറ്റാത്ത കോലത്തിലാവുകയും ചെയ്തു. അപ്പോ ഈ വീട് ഇത് വാടക. അന്ന് പോയ വള പിന്നെ ഞാൻ കാണുന്ന ഓളുടെ കയ്യിലാ. എന്നെക്കാട്ടും വില പിടിച്ച് പൊന്നും പണ്ടൊക്കെ പോയേക്ക്. പക്ഷെ ആ വള എന്റെ എല്ലാം ഇല്ലാണ്ടാക്കിയത് ഈ നായ. വേണ്ട, ഇവന് ഈ നായാണ്. ഇവൻ ഈ നായ. എന്റെ എല്ലാം ഹലോ വിഷു, നീ എന്താ വിളിച്ചേ? ബാനു എവിടെയാ? വിഷു, നീ കിടന്നോ? ഞാൻ വരുന്നുണ്ടാവില്ല. ബാനു ഫുഡ് കഴിച്ചോ? ആ, കഴിക്കണം. പിന്നെ വളയുടെ കാര്യം എന്തായി? ആ, അത് നോക്കുന്നുണ്ട്, കിട്ടും. ഇതിപ്പോ എത്ര ദിവസമായി ബാനു? ഞാനിവിടെ എസ്പിയുടെ ഓഫീസിലാ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ചേട്ടാ, ഇവിടെ ഈ സൂഫിക്ക എന്ന് പറഞ്ഞ ആളെ വീട്.
സൂഫിക്ക ഞാൻ ഒരു മിനിറ്റ് ആണേട്ടാ ഇതൊന്ന് പറഞ്ഞു തുടങ്ങി. ആ എന്തേനു ഇവിടെ ഈ സൂഫിക്ക എന്ന് പറഞ്ഞ ആള് ഏത് കാണട്ടെ. ഞാൻ കാണിക്കാം. ആ ഇത് നമ്മളെ സൂപ്പിക്കല്ലേ ബിരിയാണി. മൂപ്പർ എപ്പം നാട്ടിൽ വന്നാലും എന്നെ കാണാൻ വരും. ആ പ്രശ്നം നടന്നില്ലേ, അതിന്റെ 2 ദിവസം മുമ്പ് എന്നെ കാണാൻ വന്ന്. അന്നേരോ മൂപ്പറോട് ആ ഡ്രൈവർ ചെക്കനുണ്ടേനു. ഇവനിപ്പോഴും ഉണ്ടാ? ഉണ്ട്. അല്ല ഞാൻ വെയിറ്റ് ചെയ്യണോ? നീ വിട്ടോ, ഞാൻ നാണുന്നേരം കൂടെ വരാം. ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. അല്ല സൂപ്പിക്ക, നിങ്ങളെ പല സ്ഥലം കൊടുക്കുന്നുണ്ടാ? അതിനുശേഷം സൂപ്പിക്കാൻ ആരും കണ്ടുക്കില്ല. ആ കലാപ സമയത്ത് പോലീസുകാർ കുറേ പാവങ്ങളെ പിടിച്ചുകൊണ്ടേക്കല്ലോ, അതിൽ മൂപ്പർ ഉണ്ടേനു. കുറേ കാലം ജയിലിൽ കിടന്നെന്നാ കേട്ടെ. പിന്നെ ആ പ്രശ്നങ്ങൾക്ക് ശേഷമല്ല ഓൻ ഭയങ്കര നിലയില്ല. കാറ് വലിയ ഷോറൂം എല്ലാം ആയിട്ട് എന്തെന്നാ അവനിക്ക് പറ്റിയത് ഇതുവരെ തിരിഞ്ഞിക്കില്ല. പഠിച്ചവൻ അറിയാം. എന്താ അവന്റെ പേരെന്ന് പറഞ്ഞ? സുബീഷ്. മാനുവേ, എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? നീ അവളും തമ്മിൽ എന്തെങ്കിലും? പിന്നെ ഭാര്യയും ഭർത്താക്കന്മാരാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ചേട്ടനും ഏച്ചമ്മയും പ്രശ്നമില്ലേ? ഞങ്ങൾക്കിടെ പല പ്രശ്നങ്ങളുണ്ടാവും. അല്ല അപ്പോൾ ചേട്ടനോട് പറയാൻ പറ്റുമോ? അല്ലടാ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞല്ല. നീ വെറുതെ അതൊരു ചേട്ടൻ വിട്ടെ, അല്ലെങ്കിൽ എന്നെ 100 വട്ടം കാര്യങ്ങളുണ്ട്. ഡോറടിച്ച് തമ്പുരാട്ടത്തിനകത്ത് ഇങ്ങനെ ഇരുന്നു. ബാനന്ദ പറഞ്ഞേ, ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് പോവാണോ? എന്തെങ്കിലും പറയണെങ്കിൽ എന്റെ മുഖത്തേക്ക് പറ. ഇതിപ്പോ എത്ര ദിവസമായി ഇങ്ങനെ? അതെങ്ങനെയാ? പറഞ്ഞ വാക്കിന് വില വേണം. ഒന്നും അറിയാണ്ട് ഇറങ്ങി വന്ന് എന്നെ വേണം പറയാൻ. ഒന്നും പറയാനില്ലേ? എത്ര കാലം ഇങ്ങനെ പറഞ്ഞു പഠിച്ച് എന്റെ മുമ്പിൽ നിൽക്കും? ഞാൻ എന്തിനാ വിളിച്ചത് പോലും പറഞ്ഞു ചോദിച്ചില്ലല്ലോ. ഒരു കുഞ്ഞു വാള അത് പോട്ടെ, ഒരു ഫോട്ടോയിൽ പണെടുത്തോ? തന്നെ ഈ പണിയും കളഞ്ഞ് വേറെ പണിക്ക് പോ. ശരി ശരി, സമ്മതിച്ചു. നിന്റെ ഒരു ചെറിയ ആഗ്രഹം പോലും സാധിച്ചു തരാൻ കഴിയാത്തൊരു പൊട്ടനാണ് ഞാൻ. പോരെ? മതിയാ? നീ എന്താ വേണ്ടേ? നിനക്ക് ഡിവോഴ്സ് വേണം? എടോ എനിക്ക് വയ്യ. തൃപ്തിപ്പെടുത്തി എന്തായി? കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ? നോക്കിയില്ലേ കണ്ടീഷനിൽ വേണ്ടി? പിന്നെ പേപ്പർ വർക്കിന്റെ കാര്യത്തിലൊന്നും നിങ്ങൾ ബേജാറാവണ്ട. സുബീഷ്